our next topic is accounting as an information system. Accounting an information system ആണോ? അതെ. Yes, it is an information system. ആർക്കൊക്കെയാണ് ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് ഗുണമുള്ളത്? രണ്ടാൾക്കാർക്ക് ഗുണമുണ്ട്. ഒന്ന്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് ഗുണമുണ്ട്. They are helpful or they are advantageous with the information of accounting. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായി കണക്റ്റഡ് ആയ ആളുകൾ ആരൊക്കെയാണ്? Who all are the parties who are connected with the information regarding financial accounting? Creditors, shareholders, tax authorities, other external users. ഇവർക്കൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വളരെ റെലവൻ്റ് ആണ്, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആണ്. സോ സെക്കൻഡ് കാറ്റഗറി ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്കറിയാം മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനും ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട മേഖലയിലെ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രയോജനം ഉള്ളത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആവശ്യമുള്ളത് ഒന്ന് മാനേജർമാർക്ക്, പ്രൊഡക്ഷൻ മാനേജർ അല്ലെങ്കിൽ മറ്റ് സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, അക്കൗണ്ട്സ് മാനേജർ, ഇങ്ങനെ ഒരുപാട് മാനേജർമാരുണ്ടല്ലോ. ഈ മാനേജീരിയൽ സെക്ഷനിലുള്ള ആൾക്കാർക്കൊക്കെ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണ്. സോ ഈ രണ്ട് കാറ്റഗറിക്കും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. യൂസസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. സോ അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ ദ following three general uses. First use is managerial decision making. Management is continuously confronted with the needs to make decisions. Managementന് എപ്പോഴും ഓരോരോ ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. Some of these decisions may have immediate effect while some others decisions are to be taken in the long run. ചില ഡിസിഷൻ ഉടനെ എടുക്കേണ്ട ഡിസിഷനാണ്, ചിലത് കുറച്ച് വൈകി സാവധാനമൊക്കെ ആലോചിച്ചിട്ട് എടുത്താൽ മതി. സോ ഡിസിഷൻസ് റിഗാർഡിംഗ് പ്രൈസ് ആൻഡ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ മേക്ക് ഓർ ബൈ ഡിസിഷൻ ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചോ മതിയോ എന്നുള്ള മാനേജറിയൽ ഡിസിഷൻ, അതിനെ മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ നിലവിൽ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ചിലവ് കൂടുതലാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഡ്രോപ്പ് ചെയ്യണം നല്ലത്. ഓക്കെ, എന്നിട്ട് അത് വേറെ ഏതെങ്കിലും സെക്ടറിലേക്ക്, ബിസിനസ് ഓപ്പറേഷൻസിലേക്ക് നമ്മുടെ ബിസിനസിന്റെ കോൺസെൻട്രേഷൻ മാറ്റണം നല്ലത്. ഇങ്ങനെയുള്ള ഡിസിഷനുകൾ മാനേജ്മെന്റിന് എടുക്കേണ്ടി വരും. ഇതാണ് പറഞ്ഞു വരുന്നത്. സോ ഇതൊക്കെ ചില എക്സാമ്പിൾസ് ആണ്. Now management accounting provides necessary information to arrive at right conclusions. അതാണ് ഇതിന് രണ്ടാമത്തെ ടൈപ്പ് ഓഫ്. മൂന്ന് കാര്യങ്ങളാണല്ലോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്ഫുൾ ആണ്. രണ്ട്, മാനേജറിയൽ പ്ലാനിംഗ്, കൺട്രോൾ, ഇന്റേണൽ പെർഫോമൻസ് ആൻഡ് ഇവാലുവേഷൻ ആണ്. മാനേജറിയൽ അക്കൗണ്ടിംഗ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ in planning and control of our business. നമ്മുടെ ബിസിനസിനെ പ്ലാൻ ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും അതിന്റെ ഗ്രോത്തിന്റെ ഡയറക്ഷൻ ഒക്കെ കൺട്രോൾ ചെയ്യണം. ബൈ അസിസ്റ്റിംഗ് മാനേജ്മെന്റ് in the decision making process, this accounting information is very much helpful. The information provided must be of a standard quality. According to accounting information provides actual results so that we can compare with the projections. നമ്മൾ വിചാരിക്കുന്നത് ഈ വർഷം ഇത്ര സെയിൽസ് കൊണ്ടുവരണം എന്നാണ്, പക്ഷെ അക്കൗണ്ടിങ് ഇൻഫർമേഷനിലൂടെ നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും വന്നോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ട്, നമ്മൾ പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ ആക്ച്വലി ഈ വർഷം കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ പ്രൊജക്ട് ചെയ്ത് വെച്ച ടാർഗറ്റഡ് പ്രോഫിറ്റും നിന്ന് എത്രമാത്രം ഡീവിയേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് ഇതറിയാൻ സാധിക്കും. സോ ആക്ച്വലും പ്രൊജക്റ്റഡ് ആയിട്ടുള്ളത് കണക്കുകളും തമ്മിൽ എത്രമാത്രം വേരിയേഷൻ ഉണ്ട്, അതനുസരിച്ച് ഇനി എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യണം, ഇനി എന്തെല്ലാം മോഡിഫിക്കേഷൻസ് വരുത്തണം, ഇനി എന്തെല്ലാം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം, ചെലവ് ചുരുക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് മാനേജറിയൽ പ്ലാനിങ്ങിന് ഇത് ഹെൽപ്ഫുൾ ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്. സോ ഇനി ചില വേരിയൻസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മാനേജർമാർക്ക് അത് കൺട്രോൾ ചെയ്യേണ്ടി വരും. ചെലവുകളുടെ കാര്യത്തില് മാർക്കറ്റിംഗ് മാനേജർക്ക് ചില കാര്യങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടി വരും, സെയിൽസ് വളരെ താഴോട്ട് പോവുകയാണെങ്കിൽ. സോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കിയാലാണ് നമുക്ക്
നമ്മൾ പ്ലാൻ ചെയ്ത പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിലുള്ള വേരിയൻസ് അഥവാ മാറ്റം അത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നൗ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനും നമുക്ക് ഇത് ആവശ്യമാണ്. ഇപ്പൊ പറഞ്ഞ 2 കാര്യങ്ങൾ മാത്രമല്ല, തന്നെ എക്സ്റ്റേണൽ നമ്മുടെ പുറത്തുള്ള ആൾക്കാർക്ക്, കടം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അല്ല, ഗവൺമെന്റ് അതായത് ക്രെഡിറ്റേഴ്സിന്, ദെൻ ഗവൺമെന്റ് അതോറിറ്റീസിന്, ടാക്സ് അതോറിറ്റീസിന്, ഷെയർ ഹോൾഡേഴ്സിനൊക്കെ റെക്കോർഡ് ഇൻഫർമേഷൻ കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് കൊടുക്കണം. തീർച്ചയായിട്ടും അതിന് നമ്മളുടെ കയ്യിൽ അഡ്വാൻസ് ആയിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. റെഡി പ്രിപ്പയർഡ് ബാലൻസ് ഷീറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. സോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യണം ഇൻട്രസ്റ്റഡ് പാർട്ടീസിന്. അതിന് നമുക്ക് തീർച്ചയായിട്ടും ഇത് ആവശ്യമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. സോ ഇതിനനുസരിച്ചാണ് നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഇരിക്കുന്നത് എന്ന് പറയാം. നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത്, ക്രെഡിറ്റേഴ്സ് ഇത് ഈ ഇൻഫർമേഷൻ നോക്കിയിട്ടാണ് നമ്മുടെ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ അറിയുന്നത്. ഗവൺമെന്റ് ഇത് നോക്കിയിട്ടാണ് നമുക്ക് ടാക്സ് കളക്ട് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ സെയിൽസുമായി ബന്ധപ്പെട്ട സെയിൽസ് ടാക്സ് കളക്ട് ചെയ്യുന്ന കാര്യം, പ്രോഫിറ്റ്, ഇൻവെസ്റ്റ്മെന്റ്, ലിക്വിഡിറ്റി, ഡിവിഡന്റ് പോളിസി, ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഗവൺമെന്റിനും ഈ ഇൻഫർമേഷൻസ് ഒക്കെ ആവശ്യമുണ്ട്. രാജ്യത്ത് സോഷ്യൽ ഇക്കണോമിക് പോളിസികളൊക്കെ കൊണ്ടുവരുന്നത് ഗവൺമെന്റ് കമ്പനികളുടെയൊക്കെ പെർഫോമൻസ് ലെവലും കൂടി നോക്കിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഗവൺമെന്റിന് ഈ ഡാറ്റ വളരെ ഹെൽപ്ഫുൾ ആണ് എന്നർത്ഥം.